ഗൈസ്, നമുക്ക് വീട്ടിൽ എങ്ങനെ ലഡു ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് 2 ഗ്ലാസ് കടലമാവ് എടുത്ത് നല്ല രീതിയിൽ അരിച്ചെടുക്കുക. അരിച്ചതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ഇട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കുക. ഇതിൽ കാണുന്ന പരുവായതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇടുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലഡുവിന് നല്ല നിറം കിട്ടാൻ വേണ്ടിയാണ്. 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം കിഴുത്തയുള്ള തവിയുടെ സഹായത്തോടോ അല്ലെങ്കിൽ കിഴുത്തയുള്ള പാത്രത്തിന്റെ സഹായത്തോടോ ഈ മാറ്റി വെച്ചേക്കുന്ന കടലമാവ് തിളച്ച എണ്ണയിലേക്ക് ഒഴിക്കുക. തവിയുടെ പാത്രത്തിന്റെ സഹായത്തോടെ നമ്മൾ കടലമാവ് ഒഴിക്കുകയാണെങ്കിൽ നമുക്കത് ചെറിയ റൗണ്ട് ഷേപ്പിൽ കിട്ടും. 30 സെക്കൻഡ് അടുപ്പിൽ വെച്ചതിന് ശേഷം ഈ പരുവാകുമ്പോഴത്തേനും അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വെക്കുക. ഇത് കഴിഞ്ഞ് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടി 2 ഗ്ലാസ് പഞ്ചസാരയും 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അടുപ്പിൽ വെച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. പഞ്ചസാര പാനി നല്ല രീതിയിൽ വെട്ടിത്തിളച്ചതിന് ശേഷം അത് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. എന്നിട്ട് നമുക്ക് ലഡുവിന് ആവശ്യമായിട്ടുള്ള പറങ്ങാണ്ടിയും മുന്തിരിങ്ങയും റെഡിയാക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായതിനു ശേഷം അതിലേക്ക് പറങ്ങാണ്ടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഈ ബ്രൗണിഷ് കളറിലായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും ഇട്ട് നല്ല രീതിയിൽ ഇളക്കുക. നല്ല രീതിയിൽ ഇളക്കി അതൊരുമാതിരി കളർ മാറിയതിന് ശേഷം അത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഗൈസ്, അതിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ്, നമ്മൾ മറന്നു പോകരുത്, നമ്മൾ പഞ്ചസാര പാനി അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് വേണം നമുക്ക് ഈ 2 ഐറ്റംസും മിക്സ് ചെയ്യാൻ. അത് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. കാരണം എല്ലാ ഭാഗത്തും മധുരം നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അതിനുശേഷം അത് നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കണം. അതിന് നല്ല രീതിയിൽ നമ്മൾ അത് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുവിട്ടാണെങ്കിൽ ക്ഷമിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ്